ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഓസ്നാബ്രുക്ക് ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സാറ ഷോപ്പിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നാട്ടിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഡ്രസ്സസ് വാങ്ങിയിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ് സാറ എന്ന് പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കട്ടിങ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ഭയങ്കര വെറൈറ്റിയാണ്. ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ സാധാരണ ആളുകളാണ് സാറയുടെ മോഡൽസ് ആയിട്ടുള്ളത്. ഈ കവർ നിറയെ സാറയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്. വീഡിയോയുടെ അവസാനം ഞാനിതെല്ലാം ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ പുള്ളോവർ സാറ പ്രൊഡക്റ്റാണ്. നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പൊതുവെ കാണാറുള്ളത് ഇവിടെ വന്ന് അവർ സേവ് ചെയ്യും, നാട്ടിലെന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്ന ഒരു രീതിയാണ് കാണാറുള്ളത്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല. പൊതുവേ ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പാർട്ടികൾക്കൊക്കെ പോവും. പിന്നെ നല്ല ലോങ് വീക്കെൻഡ് ആണെങ്കിൽ അകലേക്ക് ടൂർ പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ ഏതെങ്കിലും ക്ലബിലും പാർട്ടിയൊക്കെ ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ വഴിയിലൂടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അത് നല്ലൊരു രസമാണ്. എൻ്റെ അപ്പൻ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം പറയാം. ചെറുപ്പത്തിൽ എനിക്കൊരു ദിവസം പരിപ്പുവട തിന്നാൻ ഭയങ്കര കൊതി. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, നീ ടൗണിലെ റെസ്റ്റോറൻറ്റിൽ കയറി പരിപ്പുവട വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ചോളാൻ. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു ചമ്മലും ബുദ്ധിമുട്ടും. അത് കണ്ടിട്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും മോഷ്ടിക്കുകയോ പിടിച്ചു പറിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നിനക്കൊരു ചമ്മലും പേടിയും തോന്നേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്ന്. ശരിയല്ലേ അത്? ഞാൻ വസ്ത്രങ്ങൾ, സൺഗ്ലാസസ്, ഓർണമെൻറ്റ്സ്, ഷൂസ് ഒക്കെ വാങ്ങിക്കുന്നതിൽ വളരെ ധാരാളിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ഈ നാട്ടിലെ സ്റ്റൈൽ മന്ന അത് ഞാൻ തന്നെയാണ്.